നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ പരിഹാസങ്ങൾക്ക് കുറിക്കൊള്ളുന്ന മറുപടിയുമായി ശ്രീധരൻ. പൊന്നാനിയിൽ ഓഫീസ് തുറന്ന് തന്റെ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ രാധയാണ് നിലവിളക്ക് കൊളുത്തി പൊന്നാനിയിൽ ഓഫീസ് ഉദ്ഘാടനം ചെയ്തത്. അതിവേഗ റെയിലുമായി മുന്നോട്ട് തന്നെ ഉറപ്പിച്ചു പറയുകയാണ് അദ്ദേഹം. സ്വന്തം പദ്ധതിയുമായി അദ്ദേഹം മുന്നോട്ട് പോകുക എന്ന തീരുമാനത്തിലാണ് നിലവിൽ. കേരളത്തിനായുള്ള അതിവേഗ റെയിൽ പദ്ധതി യാഥാർത്ഥ്യമാക്കാനുള്ള നീക്കങ്ങൾ സ്വന്തം നിലയ്ക്ക് ഊർജിതമാക്കുകയാണ് മെട്രോമാൻ ശ്രീധരൻ. പദ്ധതിയുടെ ഔദ്യോഗിക ഓഫീസ് ഇന്ന് രാവിലെ 9 മണിയോടെയാണ് മലപ്പുറം പൊന്നാനിയിൽ തുറന്നത്. കേന്ദ്ര ബജറ്റിൽ പദ്ധതിയെക്കുറിച്ച് പ്രഖ്യാപനമില്ലാത്തത് തന്നെ ബാധിക്കില്ല എന്നും റെയിൽവേ മന്ത്രാലയത്തിന് അനുമതി കിട്ടുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് എന്നും അദ്ദേഹം നേരത്തെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു. പദ്ധതിയെക്കുറിച്ച് പൊതുജനങ്ങൾക്കിടയിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കാനാണ് ആദ്യഘട്ടത്തിൽ ഓഫീസ് ഉപയോഗിക്കുന്നത്. ഫെബ്രുവരി 15 മുതൽ പദ്ധതിയുടെ വിശദാംശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ യോഗങ്ങൾ തുടങ്ങും. ആദ്യ യോഗങ്ങൾ മലപ്പുറത്തായിരിക്കും. മലപ്പുറത്തിന് പിന്നാലെ അതിവേഗ റെയിൽ കടന്നുപോകുന്ന മറ്റ് ജില്ലകളിലും വിശദീകരണ യോഗങ്ങൾ സംഘടിപ്പിക്കുക എന്ന തീരുമാനത്തിലാണ് നിലവിൽ ശ്രീധരൻ ആയിരിക്കുന്നത്. ജനുവരി 16 കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായി നടത്തിയ ചർച്ചകൾ ഫലപ്രദമായിരുന്നുവെന്ന് ശ്രീധരൻ വ്യക്തമാക്കി. പദ്ധതിയുടെ DPR തയ്യാറാക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. ഇതിനായുള്ള ഔദ്യോഗിക ഉത്തരവ് 3-4 ദിവസത്തിനുള്ളിൽ DMRCക്ക് കിട്ടും. പദ്ധതിയുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾക്കായി റെയിൽവേ മന്ത്രിയുമായി നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം പദ്ധതി വൈകുന്നതിന് പ്രധാന കാരണം സംസ്ഥാന സർക്കാരാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നു. റെയിൽ വേണ്ടെന്ന് വെച്ചതായി ഔദ്യോഗികമായി കേന്ദ്രത്തെ അറിയിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. ഇത് പദ്ധതിക്ക് തിരിച്ചടിയാണ് എന്നാണ് ശ്രീധരൻ പറയുന്നത്. മാത്രമല്ല, സർക്കാർ ഇപ്പോൾ പറയുന്ന RRTS പദ്ധതി വെറുമൊരു തിരഞ്ഞെടുപ്പ് പദ്ധതി സ്റ്റണ്ട് മാത്രമാണ്. അതെന്തായാലും നടപ്പിലാകാൻ പോകുന്നില്ല എന്നുമായിരുന്നു ശ്രീധരന്റെ പരിഹാസം. ബജറ്റിൽ കേരളത്തിലെ അതിവേഗ പാതയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് ശ്രീധരൻ ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പമോ ആശങ്കയോ ഇല്ല. ജനുവരി 16 കേന്ദ്ര റെയിൽവേ മന്ത്രിയെ കണ്ട് ചർച്ച നടത്തിയത്. അപ്പോഴേക്കും ബജറ്റ് തയ്യാറായി കാണണം. അത് ബജറ്റിൽ വരേണ്ട കാര്യമില്ല എന്ന് മന്ത്രി അറിയിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടിരുന്നു. മന്ത്രി വിദേശത്ത് നിന്ന് എത്തിയാലുടൻ ഫയൽ തയ്യാറാകുമെന്നാണ് അറിയിച്ചത്. പദ്ധതിയുടെ DPR തയ്യാറാക്കാൻ ആവശ്യപ്പെടുന്നത് റെയിൽവേ മന്ത്രിയുടെ അധികാരമാണ്. തന്റെ മേൽനോട്ടത്തിൽ DMRC അത് ചെയ്യണമെന്നാണ് മന്ത്രി ആവശ്യപ്പെട്ടതെന്നും ശ്രീധരൻ വ്യക്തമാക്കി. മുൻപ് 2 തവണ DMRC ഈ പദ്ധതിയെക്കുറിച്ച് പഠിച്ചതിനാൽ കുറഞ്ഞ സമയം കൊണ്ട് പഠനം പൂർത്തിയാക്കാൻ അവർക്ക് കഴിയുമെന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയിരുന്നു. DMRC അധികൃതരോട് പദ്ധതി സംബന്ധിച്ച് സംസാരിച്ചിരുന്നു. കേന്ദ്ര ബജറ്റിൽ അതിവേഗ പാത പരാമർശിക്കാത്തത് പദ്ധതിയുടെ DPR തയ്യാറാക്കുന്നതിനെ ബാധിക്കില്ല. നിശ്ചയിച്ച പോലെ DMRCയുടെ ഓഫീസ് എന്തായാലും തുറന്നിരിക്കുകയാണ്. ഇനി എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ബജറ്റിൽ പ്രഖ്യാപിച്ച 350 കിലോമീറ്റർ വേഗത്തിലുള്ള അതിവേഗ പാതകളാണ്. അത് 2 സംസ്ഥാനങ്ങളെ പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ്. അതും കേരളത്തിലെ പദ്ധതിയും തമ്മിൽ ബന്ധമില്ല എന്നും DPR ചുമതല DMRC ഏൽപ്പിച്ചുള്ള കേന്ദ്ര ഉത്തരവ് വൈകാതെ കിട്ടുമെന്നും അതുവരെ സമയം കളയാനില്ലാത്തതിനാലാണ് ജോലി നേരത്തെ തുടങ്ങുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ അനുകൂല സാഹചര്യത്തിൽ അതിവേഗ പാത പദ്ധതി നടപ്പാക്കാൻ കഴിയുമെന്നാണ് പ്രാഥമിക നിഗമനം. അതേസമയം കേരളത്തിൽ അതിവേഗ റെയിൽപാത വരാൻ പോകുന്നുവെന്ന് ശ്രീധരൻ പ്രഖ്യാപിച്ചുവെങ്കിലും കേന്ദ്ര ബജറ്റിൽ അതിനെക്കുറിച്ച് മിണ്ടാട്ടമില്ലാത്തതിനെ പരാമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതായത് അദ്ദേഹം അതിനെ പരിഹസിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. അതിവേഗ പാതയുമായി ബന്ധപ്പെട്ട് വലിയ എന്തോ വരാൻ പോകുന്നുവെന്ന പ്രതീതി സൃഷ്ടിച്ചവർക്ക് ഇപ്പോൾ മറുപടി ഇല്ലാതായി എന്ന് മുഖ്യമന്ത്രിയുടെ വിമർശനം. കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ അവഗണന തുടരുകയാണെന്നും ഇതിനെതിരെ ശബ്ദമുയർത്താൻ കോൺഗ്രസും മുസ്ലിം ലീഗും ഉൾപ്പെടുന്ന പ്രതിപക്ഷം തയ്യാറാകുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. എയിംസ് പോലുള്ള സംസ്ഥാനത്തിന് ന്യായമായ ആവശ്യങ്ങൾക്കായി സ്ഥലം കണ്ടെത്തിയിട്ടും പ്രധാനമന്ത്രിയോടക്കം ഇക്കാര്യം വ്യക്തമാക്കിയിട്ടും കേന്ദ്രം മുഖത്തിരിക്കുകയാണെന്നും വികസന കാര്യത്തിൽ BJPയും കോൺഗ്രസും ഒരേ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും മുഖ്യമന്ത്രിയുടെ വിമർശനം. കേന്ദ്ര സർക്കാരിന്റെ നടപടികളെ വാക്കിലോ നോക്കിലോ വിമർശിക്കാൻ കേരളത്തിലെ പ്രതിപക്ഷം തയ്യാറായില്ല എന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. കേരള സർക്കാരിനെതിരെ കേരളത്തെ വിമർശിക്കുന്ന നിലപാട് കോൺഗ്രസും മുസ്ലിം ലീഗും സ്വീകരിച്ചു. ഇത് കേന്ദ്ര സർക്കാർ അവസരമായി കണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മറ്റ് സംസ്ഥാനങ്ങളിൽ നാടിന്റെ പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് നിൽക്കുന്നു. എന്നാൽ കേരളത്തിൽ അങ്ങനെയല്ലെന്ന പ്രതീതിയാണ് കേന്ദ്രത്തിനുണ്ടായതെന്നും മുഖ്യമന്ത്രിയുടെ കുറ്റപ്പെടുത്തൽ. ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിൽ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ മറുപടി പറയണമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം കേരളത്തിൽ RRTS പദ്ധതി പ്രായോഗികമല്ലെന്നും സംസ്ഥാന സർക്കാരിന് വലിയ തെറ്റിദ്ധാരണയാണെന്നും മെട്രോമാൻ ശ്രീധരൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച തിരുവനന്തപുരം കാസർഗോഡ് വേഗ റെയിൽ പാത സംസ്ഥാന സർക്കാരിന്റെ മണ്ടൻ തീരുമാനമാണെന്നും ശ്രീധരൻ കുറ്റപ്പെടുത്തിയിരുന്നു. ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്ക് ചെറുദൂരങ്ങളിൽ അനുയോജ്യമായ RRTS അതിവേഗ സർവീസിന് പര്യാപ്തമല്ല. സാങ്കേതികമായി ഇത് നടപ്പിലാക്കാൻ
നടപ്പാക്കാൻ ബുദ്ധിമുട്ടാണെന്നും ഇത് മനസ്സിലാക്കാതെയാണ് പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നും ഇ ശ്രീധരൻ കുറ്റപ്പെടുത്തി. ബജറ്റിന് തലേ ദിവസമാണ് RRTS പദ്ധതിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകിയത്. പ്രാരംഭ പ്രവർത്തനത്തിന് ബജറ്റിൽ 100 കോടി രൂപ നീക്കിവെക്കുകയും ചെയ്തിരുന്നു. അതേസമയം അതിവേഗ റെയിൽവേ ലൈൻ പദ്ധതിയുമായി താൻ മുന്നോട്ട് പോകുമെന്നും ശ്രീധരൻ വ്യക്തമാക്കുകയുണ്ടായി. അതനുസരിച്ച് അദ്ദേഹം ഇന്ന് പൊന്നാനിയിൽ ഓഫീസ് തുറന്നിരിക്കുകയാണ്. പദ്ധതിയുടെ DPR തയ്യാറാക്കാനുള്ള ഓഫീസാണ് ഇന്ന് തുറന്നിരിക്കുന്നത്. കേന്ദ്ര നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തനം തുടങ്ങുന്നത്. അതിവേഗ പാതയുടെ DPR പൂർത്തിയാക്കിയാലും ഭൂമി ഏറ്റെടുക്കൽ അടക്കമുള്ള നടപടികൾക്ക് സംസ്ഥാന സർക്കാരിന്റെ പിന്തുണ ആവശ്യമില്ല എന്ന ചോദ്യത്തിന് DPR പൂർത്തിയാക്കുമ്പോൾ ആരൊക്കെയാണ് ഭരണത്തിൽ ഉണ്ടാവുക എന്ന് പറയാനാവില്ലല്ലോ എന്ന മറുചോദ്യമായിരുന്നു ഇ ശ്രീധരൻ ഉന്നയിച്ചത്. സിൽവർ ലൈനിന്റെ ബദൽ സംബന്ധിച്ച് മുഖ്യമന്ത്രി നേരത്തെ ഫോണിൽ സംസാരിച്ചിരുന്നെന്നും 10 മാസത്തോളം പ്രതികരിക്കാതിരുന്ന ശേഷം ഇപ്പോൾ റാപ്പിഡ് റെയിൽ നടപ്പാക്കുമെന്ന് പറയുന്നതിലെ യുക്തി എന്താണെന്ന് മനസ്സിലാകുന്നില്ലെന്നും കഴിഞ്ഞ ദിവസം ഇ ശ്രീധരൻ പ്രതികരിച്ചിരുന്നു. അതേസമയം മുഖ്യമന്ത്രി പറയുന്നത് ഇപ്രകാരമാണ്. ഇ ശ്രീധരൻ നിർദ്ദേശിച്ച വേഗ റെയിൽ പദ്ധതിക്ക് റെയിൽവേ മന്ത്രാലയത്തിൽ നിന്ന് ഔദ്യോഗിക പ്രതികരണം കിട്ടാതിരുന്നതുകൊണ്ടും കേന്ദ്ര നഗരകാര്യമന്ത്രി അനുകൂലിച്ചതുകൊണ്ടുമാണ് പുതിയ RRTS പദ്ധതിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകിയതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിലയിരുത്തൽ. പ്രപ്പോസൽ തന്നാൽ അംഗീകരിക്കാമെന്ന് കേന്ദ്ര നഗരകാര്യമന്ത്രി പൊതുയോഗത്തിൽ പ്രസംഗിച്ചത് വിശ്വാസത്തിലെടുത്തിരിക്കുകയാണെന്നും ലോക കേരള സഭയുടെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അത് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞിരുന്നു. സിൽവർ ലൈൻ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ നോക്കിയപ്പോൾ ഭയങ്കര തടസ്സമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. ഒരു ദിവസം ഇ ശ്രീധരൻ വന്നു. ഒരു പദ്ധതി കേന്ദ്രത്തിന് കൊടുത്തിട്ടുണ്ടെന്നും സംസ്ഥാന സർക്കാർ പിന്തുണച്ചാൽ കേന്ദ്രം അംഗീകരിക്കാൻ തയ്യാറാണെന്നും പറഞ്ഞു. നമുക്ക് റെയിൽ വേണമെന്നല്ലേ ഉള്ളൂ, ആവട്ടെ എന്ന് പറഞ്ഞു. റെയിൽവേ മന്ത്രിയെ ബന്ധപ്പെട്ടു. സർക്കാരിന്റെ പ്രതിനിധിയായി KV തോമസ് ആണ് പ്രപ്പോസൽ കൊടുത്തത്. മറുപടി ഉണ്ടായില്ല. ഒരു ദിവസം താൻ KV തോമസിനെയും കൂട്ടി കേന്ദ്രമന്ത്രിയെ കണ്ടു. നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ ഔപചാരികമായി പ്രപ്പോസൽ തരുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ മനസ്സിൽ അക്കാര്യം ഉണ്ടായിരുന്നില്ലെന്നാണ് പെരുമാറ്റത്തിൽ മനസ്സിലായത്. ഒരു മറുപടിയും ഉണ്ടായില്ല എന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.